അലൈക്കും. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. റജബ് 27 ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് യാത്ര ഉണ്ടായത്. ആ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് വളരെ മഹത്വമേറിയ സുന്നത്താണ്. ഇസ്റാ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് കിട്ടാനെന്ന് നിയ്യത്ത് ചെയ്യുക. അതോടൊപ്പം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഫർള് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അതും കൂടെ നിയ്യത്ത് ചെയ്ത് നോമ്പെടുക്കുക. മക്ക മുകറമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബൈത്തുൽ മുഖദ്ദസ് വഴിയാണ് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കഅബ ഷരീഫ് ഉള്ളത് കൊണ്ടും പരിശുദ്ധ ഹബീബിന്റെ ജന്മസ്ഥലമായതുകൊണ്ടും ഒരു കാരണവശാലും മക്കയെ ആരും മറക്കില്ല. ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം അവിടെയുണ്ട്. അപ്പോൾ പരലോകബോധമുള്ള സകല വിശ്വാസികളും എന്തു ത്യാഗം സഹിച്ചും മക്കയിലെത്തപ്പെട്ടിരിക്കും. ഒരു സുജൂദെങ്കിലും അവിടെ പോയി ചെയ്തിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ഷരീഫിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് മാനസിക ബന്ധമുള്ള ആളുകൾ എങ്ങനെയെങ്കിലും മദീന ഷരീഫിൽ എത്തിയിരിക്കും. ബൈത്തുൽ മുഖദ്ദസ് വഴിയാണ് അള്ളാഹുവിനടുത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൊണ്ടുപോകുന്നത്. എന്താണ് ഇതിന് കാരണം? ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുവശവും അള്ളാഹു ബറക്കത്ത് ചെയ്തതാണ്. ശ്രേഷ്ഠതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. അതിനപ്പുറം ആ പള്ളിക്ക് ബറക്കത്തുണ്ട്. മഹാന്മാരായ അംബിയാഇന്റെയും സാത്വികരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, പരിശുദ്ധാത്മാക്കളായ അള്ളാഹുവിന്റെ നബിമാർ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതുവഴി അള്ളാഹു തആല നബിയെ കൊണ്ടുപോകുന്നത്. നമുക്കവിടെ പോയാൽ പരിശുദ്ധ റസൂൽ ബുറാഖിനെ കെട്ടിയിട്ട ഭാഗവും പരിശുദ്ധ ഹബീബിന്റെ പാദം പതിഞ്ഞ ആ ഏരിയയും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഈ ആയുസ്സിൽ തന്നനുഗ്രഹിക്കട്ടെ. നാം ഒരിക്കലും പലസ്തീനിനെ മറക്കരുത്, ബൈത്തുൽ മുഖദ്ദസിനെ മറക്കരുത്. ബൈത്തുൽ മുഖദ്ദസിനെ മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ ഖുർആനിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ പ്രൗഢമായ നാമം അൽ ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബശീർ. അപ്പോൾ അതിവിശുദ്ധമായ റജബ് 27 നോമ്പെടുക്കുവാനും ദുആ ചെയ്യുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. ബൈത്തുൽ മുഖദ്ദസിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകണം. എല്ലാവിധ അക്രമം ചെയ്തിട്ടും അതിശക്തമായി പിടിച്ചു നിൽക്കുന്ന പലസ്തീനിലെ പോരാളികൾക്ക് അള്ളാഹു കരുത്തും ശക്തിയും കൊടുത്തനുഗ്രഹിക്കട്ടെ. ബൈത്തുൽ മുഖദ്ദസിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വഴികൾ അള്ളാഹു ഒരുക്കിത്തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ അക്രമത്തിനെതിരെ നല്ല ആർജവത്തോടെ സംസാരിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് അറബ് ലോകത്തിന്റെ നേതൃത്വം അള്ളാഹു കൊടുത്തനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.